നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ആലപ്പുഴയാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. എലക്ഷൻ പ്രഖ്യാപനം ഇന്നലത്തോടുകൂടി കഴിഞ്ഞു. ഇനി 40 ദിവസം കൂടി വിടുള്ളൂ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ആലപ്പുഴയിലെ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും വന്നു. കെ.സി. വേണുഗോപാൽ UDFിൻ്റെ, ആരിഫ് സിറ്റിംഗ് MP LDFിൻ്റെ, ശോഭാ സുരേന്ദ്രൻ NDAയുടെ, അതുപോലെ തന്നെ പണ്ട് VSന്റെ സന്തത സഹചാരിയായിരുന്ന ഷാജഹാനും അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം 1000 വോട്ടെങ്കിലും പിടിച്ചാൽ കൊള്ളാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നിലവിലെ ആലപ്പുഴയുടെ സ്ഥിതി? പല ആളുകളും പറയുന്നത് പോലെ കെ.സി. വേണുഗോപാലിന് മത്സരിക്കാൻ ഒരു മോഹം തോന്നി. ആ മോഹത്തിൽ അദ്ദേഹം ആലപ്പുഴ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ആലപ്പുഴ വെറുതെ തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്നൊരു സംഭവമുണ്ട്. മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എംപിമാർ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആരെയും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആകെ ഒരു സാധ്യത വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി നിർത്തി ആ MP മറ്റൊരിടത്തേക്ക് മാറ്റി ആലപ്പുഴയിൽ തനിക്ക് മത്സരിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മുരളീധരനെ വിജയിച്ചേക്കാവുന്ന സീറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് തൃശ്ശൂർ കൊണ്ടിട്ട് പ്രതാപന് നിയമസഭയിൽ ഒരു സീറ്റും പറഞ്ഞുറപ്പിച്ച് ഷാഫി പറമ്പിലിന് താല്പര്യമില്ലായിട്ട് പോലും പാലക്കാട് നിന്ന് വടകരയിൽ കൊണ്ടുപോയിട്ട് കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വന്നത്. ഇനിയിപ്പോൾ ഷാഫി പറമ്പിലിന്റെ കാര്യം, ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹം തോൽക്കണമെന്ന് പറഞ്ഞ ആളാണ്. കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം വന്ന് ചിലപ്പോൾ BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു നിലപാടെടുത്തത്. പക്ഷേ ഇപ്പോൾ വടകരയിൽ നടക്കുന്നത് ഏതാണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റ് പോലെയാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ 24/7 വർക്ക് ചെയ്യുന്ന, UDFിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, RMPയുടെ ആളുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശക്തമായ ഒരു പ്രചരണമാണ് വടകര കേന്ദ്രീകരിച്ച് ഷാഫി പറമ്പിലിന് വേണ്ടി നടക്കുന്നത്. ഓപ്പോസിറ്റ് ശൈലജ ടീച്ചറും നന്നായിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. ഒരു കനത്ത മത്സരം, രണ്ടുപേരും ജയിക്കേണ്ടവരാണ്. പക്ഷെ ഒരാൾക്കല്ല ജയിക്കാൻ സാധിക്കൂ. വടകരയിൽ ജയിക്കാൻ സാധ്യതയുള്ള മുരളീധരനെ പത്മജ BJPയിലേക്ക് പോയ തക്കം നോക്കി അതൊരു കാരണമാക്കി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്നു. തൃശ്ശൂർ ത്രികോണ മത്സരം തന്നെ നടക്കും. പക്ഷേ കൂടുതൽ സാധ്യത സുരേഷ് ഗോപിക്കോ VS സുനിൽകുമാറിനോ ആണെന്ന് പറയുന്നു. ഒരുപക്ഷെ മുരളീധരൻ ശക്തമായി വോട്ട് പിടിക്കുകയും കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ സുരേഷ് ഗോപി പിടിക്കുകയൂടി ചെയ്താൽ VS സുനിൽകുമാർ തൃശ്ശൂരും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ആലപ്പുഴയിലേക്ക് വന്നാൽ, ആലപ്പുഴയിൽ അങ്ങനെ മോഹം കൊണ്ട് കെ.സി. വേണുഗോപാൽ മത്സരിക്കാൻ വന്നു. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയും സോണിയാജിയും ഖാർഗെജിയും ഒക്കെ കഴിഞ്ഞാൽ അടുത്തത് കെ.സി. വേണുഗോപാലാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ്. രാജ്യത്തെ എല്ലാ സംഘടനയുടെ കാര്യവും തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. രാഹുൽ ഗാന്ധിയെ വയനാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് അങ്ങ് നോർത്തിൽ തോൽപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വരികയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശോഭാ സുരേന്ദ്രൻ BJPയുടെ ശക്തയായ സ്ഥാനാർത്ഥി, ഒരു കറുത്ത കുതിര, അത് എന്ന് വെച്ചാൽ ചാടി അതിവേഗം പായുന്ന കുതിര എന്നാണ് അർത്ഥം. അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ആരും എടുക്കരുത്. അപ്പോൾ അവരവിടെ വരുന്നു. അവർ ആറ്റിങ്ങിലൊന്ന് ഇളക്കി മറിച്ച് മാക്സിമം വോട്ട് പിടിച്ച പോലെ ആലപ്പുഴയിലെ സകലമാന ഹിന്ദുത്വവാദികളുടെയും RSSന്റെയും BJPയുടെ അനുഭാവികളുടെ വോട്ട് അഡ്ഡപടരെ എടുക്കുന്നതിനൊപ്പം കോൺഗ്രസിന്റെ വോട്ട് കൂടി ശോഭാ സുരേന്ദ്രൻ വലിച്ചാൽ കെ.സിക്ക് പണിയാവും. കെ.സി. വേണുഗോപാല് 2-3 ദിവസം മാത്രമേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചരണത്തിന് നിന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര ചുമതലയായി പോയി. ഈ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം മറ്റാർക്കെങ്കിലും കൈമാറേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും നോക്കണം, രാജ്യത്ത് മൊത്തം അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടം പോകണം. അദ്ദേഹമാണ് കർണാടകയിൽ ഈ ജയിപ്പിച്ചെന്നൊരു വാദം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും, സ്വാഭാവികം. ഇനി ആരിഫിന്റെ കാര്യം പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും ആരിഫിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ നിലവിലെ ആളുകൾ പറയുന്നത്. കാരണം ആരിഫ് അങ്ങനെ ന്യൂനപക്ഷ ഇടങ്ങളിൽ സ്വാധീനമുള്ള ഒരാളാണ്. ന്യൂനപക്ഷ വോട്ട് കഴിഞ്ഞ വട്ടം സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഷാനിമോൻ ഉസ്മാനും അതുപോലെ ആരിഫിനും പോയിട്ടുണ്ടായിരുന്നെങ്കിലും ചേർത്തല അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ പാർട്ടി വോട്ടുകൾ CPMന് കിട്ടിയതുകൊണ്ട് തന്നെയാണ് ആരിഫിന് ജയിക്കാൻ സാധിച്ചത്. ആരിഫ് CPMലും അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ശക്തമായി വേരോട്ടമുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് CPM വോട്ടുകൾ, CPMന് ഈ ഒരു ജീവൻ മരണ പോരാട്ടം ആയതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നുള്ളതുകൊണ്ട് CPM വോട്ടുകൾ പൂർണ്ണമായും ആരിഫിലേക്ക് കേന്ദ്രീകരിക്കും. അതുപോലെ തന്നെ
അപ്പോൾ ഈ ന്യൂനപക്ഷ വോട്ടുകളും ആരിഫിലേക്ക് കേന്ദ്രീകരിക്കും. KC വേണുഗോപാലിന് സ്ഥിരമായി കിട്ടുന്ന തീരദേശ വോട്ടുകൾ, അതുപോലെ അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ, അനുഭാവ് വോട്ടുകൾ, മുസ്ലിം ലീഗ് വോട്ടുകൾ ഒക്കെ തന്നെയാണ് കിട്ടുന്നത്. അതിൽ വിള്ളൽ വീഴ്ത്തി കോൺഗ്രസ് വോട്ടുകളിൽ ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ശതമാനം വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ വിജയം തുലാസിലാണ്. അദ്ദേഹം മുമ്പ് അവിടെ 2 വട്ടവും 3 വട്ടവും ഒക്കെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് നല്ലൊരു വെല്ലുവിളി തന്നെയാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ AM ആരിഫും എന്ന് പറയാം. അദ്ദേഹത്തിന്റെ വിജയം തുലാസിലാണ്. ഒരുപക്ഷെ ആരിഫിനാകാം അവിടെ വിജയസാധ്യത എന്നാണ് നിലവിലെ കണക്കുകൾ അല്ലെങ്കിൽ സാഹചര്യം പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റ് മുസ്ലിം വോട്ടിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഇപ്പോൾ STPയുടെ സംസ്ഥാന സെക്രട്ടറിയെ RSSകാർ കൊന്ന സ്ഥലമാണ് ആലപ്പുഴ. STPക്ക് അത്യാവശ്യം പിന്തുണയും ഉള്ള സ്ഥലമാണ്. അപ്പൊ STP വോട്ടുകൾ, അതുപോലെ തന്നെ STP പ്രേരിപ്പിച്ച് ചെയ്യിക്കുന്ന വോട്ടുകൾ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഇത് ആരിഫിലേക്ക് പോവോ അല്ലെങ്കിൽ വേണുഗോപാലിലേക്ക് പോവോ എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ചർച്ചയാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ BJP വോട്ടുകൾ, ഇപ്പൊ രഞ്ജിത്ത് ശ്രീനിവാസന്റെ പദവുമായിട്ട് ബന്ധപ്പെട്ട് BJP ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന വോട്ടുകൾ പൂർണ്ണമായിട്ടും ഒരു വോട്ട് പോലും എങ്ങും പോവില്ല. അത് പൂർണ്ണമായും ശോഭാ സുരേന്ദ്രൻ പിടിക്കും. ഈ കോൺഗ്രസ് വോട്ടുകൾ കൂടി വരുമ്പോൾ ശോഭ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്നതോടല്ല KC വേണുഗോപാലിന് അവിടെ അടിപതറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ഞാൻ ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു മുൻതൂക്കം AM ആരിഫിനാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം.